സംതിങ് രൂപയിൽ നമുക്ക് ഡൽഹിയിൽ കുറെ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കും. അപ്പൊ അതിന് പോവാണ് നമ്മള്. ഇതാണ് ഗൈസ് കുത്തപ്പിന ചെടി കൊണ്ടുപോയാലോ? ഇവിടുന്ന് മുഖം കഴുകിയതാണ് ഗൈസ്. ഞാനൊരു കൊക്കം ഉപയോഗിച്ചിരുന്ന പെൻസില്, വാച്ച്, ഫ്രം ഹെർ സ്റ്റഡി ടേബിൾ കയ്യിൽ വരും. ലോട്ടസ് ടെമ്പിൾ വിശക്കണ്. ഇതിന്റെ മുകളിലേക്ക് ആൾക്കാരെ കയറ്റുമായിരുന്നു കേട്ടോ പണ്ട്. കണ്ടില്ലേ ലോട്ടസ് ടെമ്പിൾ? ബാനിമ വീട്ടിൽ പോവാം. തന്നെയാണോ? എന്തായാലും അവിടെ സനുവിനൊരു ഫോട്ടോ കിട്ടി. ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ പിടിച്ചു കയറാൻ പറ്റും. ഞങ്ങള് കേറുന്നില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് ഒന്നിനാണ് വെറുതെ നടക്കുന്നത്. നീ പിന്നെ അതെ, നിങ്ങളിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉള്ളൂ ഡൽഹിയിലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കണ്ടു തീർക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇതാണ് അനു. നമ്മളിന്ന് ദില്ലി ദർശൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അവർക്ക് 300 സംതിങ് രൂപയിൽ നമ്മളെ ഡൽഹിയിൽ കുറെ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കും. അപ്പൊ അതിന് പോവാണ് നമ്മള്. എന്താ ഫോർട്ട്, കുത്തബ്മിനാർ, ലോട്ടസ് ടെമ്പിൾ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണിക്കും. നമ്മൾ അതിന് പോവാണ്. അപ്പം നമ്മള് ബസ്സിൽ കയറി ഗൈസ്. നമ്മൾ AC ബസ്സാണ് ബുക്ക് ചെയ്തത്. ഇതാണ് ബസ്. ഒപ്പൊന്നുമില്ല, പക്ഷെ ഞാൻ ജനാല തുറന്നിട്ടു. As you can see that, ഓരോ സ്ഥലത്ത് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തേലും പറയണേ. നമ്മളിപ്പം ലക്ഷ്മി മന്ദിർ അല്ലേ, ബിർള ടെമ്പിൾ. ബിർള ടെമ്പിൾ. കുറെ പേരുണ്ട് അത്രയും അമ്പലത്തിന്. അവിടെ വന്നിരിക്കുകയാണ്. ഇതിന്റെ പുറത്താണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഉള്ളിലേക്ക് ഫോം ഗേറ്റില്ല. ഞങ്ങൾ ഉള്ളിലൊക്കെ പോയി കണ്ടുവന്ന് എങ്ങനെയുണ്ട്. സൂപ്പർ സൂപ്പർ. ഇതാണ് ഫസ്റ്റ് സ്ഥലം. നമുക്ക് ഇത്രയും 30 മിനിറ്റ് സമയം തരുള്ളൂ കേട്ടോ കാണാനൊക്കെ. അപ്പൊ എങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത സ്ഥലം കാണിച്ചു തരാം. സോൾട്ട് സത്യാഗ്രഹം നടന്നില്ലേ, അതിന്റെ സ്റ്റാച്ചു ആണ്. ഹൗസ് കാണിച്ചു കേട്ടോ. ये पंडित जवाहरलाल नेहरू जी का निवास स्थान था वहाँ। अब देखिए सर जी है, नाम है साउथ एवेन्यू रोड। और रोड को बताइए, ये राष्ट्रपति भवन पश्चिम गेट हाउस का मेन होने अशोका हाउस। ഇത് നമ്മുടെ പ്രസിഡൻഷ്യൽ ഭവനില് അവിടെ ഫ്ലാഗ് ഉണ്ടെങ്കിൽ 3 നടത്തണത്രേ. മുകളിലാണ് ഫ്ലാഗ് എങ്കിൽ ആളവിടെ ഉണ്ട്, താഴെയാണെങ്കിൽ ആളിവിടെ ഇല്ല. देखिए झंडा लगा हुआ है, इससे पता चलता है कि राष्ट्रपति के गाड़ी में पहुंच चुका है विजय चौक। राष्ट्रपति भवन का मेन फंड साल लेकर चल रहे हैं और वहां पर उतरने के बाद सभी नंबर ये खुद बताएंगे और नीचे बताएंगे कौन सा बिल्डिंग कहाँ पर है। तो देखिए सर, जैसे गाड़ी के अंदर एक एरिया के अंदर गाड़ी एंट्री कर चुका है। हम और ലൈക്ക് ആള് വർക്ക് എടുക്കുന്ന സ്ഥലം, വർക്ക് ചെയ്യുന്ന സ്ഥലം. കുടി നടുക്കാണെങ്കിൽ ഡെത്തായിട്ടാവും. അതിനാണ് ആ കുടി അവിടെ വെച്ചിരിക്കുന്നത്. പുതിയ റെസിഡൻഷ്യൽ ഭവൻ. അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളിപ്പോ ഗ്രൂപ്പ് ആക്കും ഗൈസ്. അവിടെ കൊരങ്ങനുണ്ട്. ആണോ? ശരിയാ, ഗ്രൂപ്പാക്കാൻ പോവാണ്. ഇവിടെ നടക്കാണ് ഗൈസ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കണ്ടോ എന്നോട്ട് നടക്കുന്നത്. അപ്പൊക്ക് ഇതൊന്നും എളുപ്പത്തുന്നു. ലൈക്ക് നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിൽ ഇറങ്ങിയിട്ട് ഇന്ത്യ ഗേറ്റ് തൊട്ട് പ്രസിഡൻഷ്യൽ ഭവൻ വരെ, അല്ല പ്രസിഡന്റിന്റെ ഭവനം വരെ നടക്കുകയാണെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് തിരിച്ചാദ്യം ബസ് ഇവിടേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ അവിടേക്ക് കൊണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എളുപ്പത്തും. കുറേ നടക്കേണ്ട വരില്ലായിരിക്കും. അയ്യോ, ഇവിടെ ഞങ്ങളുടെ വണ്ടിയിട്ട് ഇങ്ങനെ ഗൈഡ് ചേട്ടൻ നല്ല രസമുണ്ട്. തമാശയൊക്കെ പറഞ്ഞിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. हम और आप जो टीवी के माध्यम से देखते हैं होता है, स्टार्टिंग होता है इंडिया गेट के नाम पर देखकर लाल किला बगल में न्यू बना दिया गया है। ये 8000 करोड़ को लागत से बनकर कंप्लीट हुआ है। നമ്മൾ ആദ്യം
ബസ്സിനാണെങ്കിൽ നടക്കണം. അയ്യോ ഞങ്ങളുടെ ബസ് കാണാനില്ല. എവിടെ ബസ്? വിളിച്ചു നോക്കി അങ്കിളിനെ. ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് ഇന്ത്യയും പാകിസ്ഥാന്റെയും ഇതിലും അത് ബോർഡർ, ഇന്ത്യയും പാകിസ്ഥാന്റെയും ബോർഡറിൽ. ഇത് ഇന്ത്യയുടെ നടുക്ക്. ഇന്ത്യ നടക്കുക, ഡൽഹിയുടെ നടുക്ക്. അപ്പൊ ഗായ്സ് നമ്മളത് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ വന്നിരിക്കുകയാണ്. നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടുക്ക് ഇതൊരു സർക്കിളാണ്. ഇന്ത്യ ഗേറ്റ് കണ്ടോ? പിന്നെ ഇടയിൽ റോഡുണ്ട് കണ്ടോ, വണ്ടികളൊക്കെ പോകണം, ഇതിൽ കൂടെ ബസ്സൊക്കെ പോകും. പക്ഷെ ഇതൊരു കൊട്ടാരം ഫീലാണ്. നടുക്കെത്തുമ്പോൾ നിനക്കത് മനസ്സിലാവും. ഒരു കൊട്ടാരം ഫീലാണ്. നമുക്ക് പുഴ കണ്ട, അല്ല പുഴയല്ല, എന്നിട്ട് പറയാം കുളം. കോണ്ടിനെ കുളമെന്നും പറയാം. തടാകം, പിന്നെ മരങ്ങള്, ഇവിടെ കിളികള്, ഭയങ്കര രസമാണ് കാണാൻ. അതിങ്ങനെ ഒരറ്റത്ത് ഇന്ത്യ ഗേറ്റ്, മറ്ററ്റത്ത് രാഷ്ട്രപതി ഭവൻ. നല്ല ഭംഗിയെ കാണാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടക്കാം. 40 മിനിറ്റാണ് സമയം കേട്ടോ. 40 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തണം, അത്രേ ഉള്ളൂ. നോക്കട്ടെ, നല്ല ഭംഗിയാണ്, കാണിച്ചു തരാം കേട്ടാ. കൈ വേദന എടുക്കണം. കണ്ടോ ഗൈസ്, ഇന്ത്യ ഗേറ്റ് ഓപ്പോസിറ്റ് രാഷ്ട്രപതി ഭവൻ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ വെറുതെ കാണിച്ചു തന്നോളൂ. നമ്മൾ ഇപ്പം ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിജി മരിച്ചത്. ഇതിനുള്ളിൽ വെള്ളത്തിന്റെ കുപ്പിയൊന്നും അലൗഡല്ല. അപ്പൊ വെള്ളത്തിലോട്ട് പുറത്ത് വാങ്ങിച്ചു. ഇത് നല്ല ഭംഗിയുണ്ട്. നോക്ക്. അതെ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വന്ന് കണ്ടോളൂ. നല്ല രസമുണ്ട്. ലൈക്ക് ഡൽഹി വരാണെങ്കിൽ ആയിരിക്കും. ഇത് ഉപയോഗിച്ചിരുന്ന പെൻസില്, വാച്ച്, അങ്ങനെ ഫ്രം ഹെർ സ്റ്റഡി ടേബിൾ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. മലയാളം കുറേ പത്രങ്ങൾ. ബസ് വൺ ഓഫ് ലേഡി അല്ലേ? ആഹാ, എല്ലാം മനസ്സിലായി. അതിനപ്പുറത്ത് മുണ്ടാണ്. ബ്യൂട്ടിഫുൾ അല്ല, ഭയങ്കര നല്ലൊരു നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. എടി അവിടെ എന്താ കൂട്ടം? നോക്കട്ടെ. ആണോ? ചെരുപ്പ്, കുറേ സാധനങ്ങളുണ്ട്. കുറേ അപ്പുറത്തൊക്കെ കീ ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഓരോ ഞാൻ നോക്കണേട്ടോ, കാണിച്ചു തരാം. കീ ആണ്. ലൈക്ക് കീ ടു സിറ്റി ഓഫ് ഗബോഡ, കീ ടു ദ സിറ്റി ഓഫ് പോർട്ട് ഇൻ സ്പെയിൻ. ലൈക്ക് ആ കീയുടെ ഒരു ഭംഗി നോക്കിയാൽ നിങ്ങൾ. കീ ടു വാഷിങ്ടൺ, പിന്നെ ഒളിമ്പിക് മെഡൽസ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള തിങ്സൊക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി ഗുഡ് ആക്ച്വലി. പുറത്തിറങ്ങി ഇറ്റ്സ് ലൈക്ക് ഫുൾ വൈഫൈ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എല്ലായിടത്തും പുറത്തിറങ്ങില്ല. ആള് താമസിച്ചിരുന്ന സ്ഥലമാണിത്. ഡ്രസ്സിംഗ് റൂമായിരുന്നു. ലൈക്ക് എല്ലാം ഉണ്ട്. ചെരുപ്പുകള്, എനിക്ക് തോന്നുന്നത് ആൾ താമസിച്ചിരുന്ന സ്ഥലം ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മ്യൂസിയം ആക്കിയത്.
ചില്ലിട്ടിട്ട്. രാജീവ് ഗാന്ധിന്റെ എല്ലാം എൻ്റെ അമ്മയ്ക്ക് രാജീവ് ഗാന്ധിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് അതാണ് നമ്മൾ ഔട്ട്. നമ്മൾ ഇത് വഴിയാണോ? ഒന്ന് അല്ല, ബെഡ്റൂം ഇന്ദിരാഗാന്ധിജിന്റെ ബെഡ്റൂമും പൂജ നമ്മൾ നേരത്തെ കണ്ടല്ലേ? അല്ലല്ല, നമ്മൾ നേരത്തെ കണ്ടത് ഡ്രസ്സിങ് റൂമാണ്. ഡൈനിങ് റൂം അല്ലേ? ഇത് കറക്റ്റ് ടൈമാ? ഇതാണ് ഇതിന്റെ ഔട്ട് സൈഡ്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് വഴി അറിയാണ്ട് നമ്മളെ കൊണ്ടുകൊണ്ട് അവർ പോവും. ടൈം കഴിയാറായി. ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഞങ്ങളെ കൂട്ടാണ്ട് വണ്ടി പോയി കഴിഞ്ഞാൽ ഇതൊരു അധൂര വ്ളോഗാവും. അധൂരി വ്ളോഗാവും. അധൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി. അത് പകുതി അല്ല, മുഴുവനാക്കാൻ പറ്റാത്തത്. അതാണ് അധൂരി. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ അത്. അല്ല, ഇന്ദിരാഗാന്ധിയുടെ വീടായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോടി വിശക്കണ്. അപ്പം ഫുഡ് കഴിക്കാനുള്ള ലഞ്ച് ബ്രേക്ക് ആണ്. പനി കഴിക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടാവാ അറിയില്ല, കഴിച്ചിട്ട് പറയാം. ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ദില്ലി ഫുഡ് ശരിക്കും കുഴപ്പമുണ്ടായില്ല. ടൊമാറ്റോ റൈസ് ആണ് വാങ്ങിച്ചത്. കുഴപ്പമുണ്ടായില്ല, കഴിക്കാം. അങ്ങനെ ഇത് നമ്മൾ കുത്തബ് മിനാറിലേക്കാണ് ഗൈസ് പോകാൻ പോകുന്നത്. ഞങ്ങളൊരു ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഡാൻസ് റീലെടുക്കണം. കാണണം. അപ്പം നമ്മൾ പക്ഷെ ഇതൊരു ലാഭമാണ് കേട്ടോ. നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ കുറേ സാധനങ്ങൾ കണ്ടില്ല ഓൾറെഡി. നമ്മള് ഇന്ത്യൻ ഇവിടെ ഫോൺ അലോഡല്ല ഗൈസ്. പോയിട്ട് വരാട്ടാ ഗൈസ്. അങ്ങനെ നമ്മൾ കുത്തബ് മിനാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടോക്കൺ. കാണിച്ചു ടോക്കൺ. ഞങ്ങൾക്ക് ഓൾറെഡി എടുത്ത് തന്നു. നമുക്ക് ഇനി കയറിയാൽ മതി. അങ്ങനെയാണ് കേട്ടോ. കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഒന്നുമില്ലല്ലോ നമ്മുടെ. ഇതാണ് ഗൈസ് കുത്തബ് മിനാർ. ഇതിന്റെ മുകളിലുണ്ടല്ലോ, ഇതിന്റെ മുകളിലേക്ക് ആൾക്കാരെ കയറ്റുമായിരുന്നു കേട്ടോ പണ്ട്. ഇതിന്റെ മുകളിൽ ഇവിടെ പണ്ട്. പക്ഷെ ഇതിന്റെ മുകളിൽ ആൾക്കാർ കയറിയിട്ട് അതിന് മുകളിൽ നിന്ന് ചാടാനൊക്കെ തുടങ്ങി അത്ര. അപ്പൊ പിന്നെ അവിടെ നിർത്തി. എന്തായാലും ഈ ആൾക്കാർ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊക്കെ അതിന്റെ മുകളിൽ കയറായിരുന്നില്ലേ? എനിക്കൊക്കെ ആഗ്രഹം ഇത്ര വലിയ സാധനത്തിന്റെ മുകളിലൊക്കെ കയറണം. പിന്നെ അതിനെന്തോ ഇപ്പം ആടി സത്യം. എന്നിട്ട് പിന്നെ ആദ്യം തുടങ്ങിയ ആൾക്കാരെ കയറ്റാൻ. പക്ഷെ അതിനെന്തോ ഒരു മറ്റേ കുറെ കൊല്ലങ്ങളായില്ലേ, പിന്നെ എന്തോ തകരാറ്. ഇല്ല. എന്നിട്ട് പിന്നെ അതിന് മറ്റേ അങ്ങനെ ഡിസ്ട്രക്ഷനൊക്കെ ലൈക്ക് അങ്ങനെ ഇടിഞ്ഞു പോയി വീഴാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ അത് ആദ്യം നിർത്തി. ഉറങ്ങി. ഇതിപ്പോ ലോട്ടസ് ടെമ്പിളിലേക്ക് വന്നേക്കാണ്. ഇതിനുള്ളിലേക്ക് കയറില്ല, കുറച്ചുള്ളിൽ കയറുക. എന്തോ എന്നിട്ട് ഫോട്ടോ പിടിച്ചിട്ട് കുടിഞ്ഞ് കുറച്ച് 4-5 സ്ഥലം കൂടിയേ ഉള്ളൂ. ഈ ലോട്ടസ് ടെമ്പിൾ ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചിട്ട്. എന്തായാലും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതൊക്കെ കണ്ട് ചിരിച്ചതൊക്കെ ഉണ്ട് ഗൈസ്. കുത്തബ് മിനാറിന്ന് ഇറങ്ങിയപ്പോ നേരം വൈകി. പക്ഷെ ഞങ്ങളെ കൂട്ടിയിട്ടാണ് അവര് പോയത്. ലോട്ടസ് ടെമ്പിൾ കയ്യില് വരുമോ? ലോട്ടസ് ടെമ്പിൾ ഗായ്സ്. അനുവിനൊരു ഫോട്ടോ കിട്ടി. ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ഫോട്ടോ.
ലോട്ടസ് ടെമ്പിൾ എൻ്റെ കയ്യിൽ. അയ്യോ എൻ്റെ കൈ വിടട്ടെ. ഇതാണ് നമുക്കിത് ഇവിടെ നിന്ന് കാണാം. പോവാം. കണ്ടില്ലേ ലോട്ടസ് ടെമ്പിൾ? ബാഞ്ഞു വീട്ടിൽ പോവാം. നടന്ന് ആടി ഭയങ്കര വലുതല്ലേ. ഇങ്ങനെ ലൈക്ക് ഇവിടെ ദൂരം നിന്ന് കാണുമ്പോ ഭയങ്കര ഇതായി തോന്നും. അടുത്ത് പോകുമ്പോ ഒരു ചെണ്ടുമല്ലി ഇത് വേറെ കാണുമ്പം ചെണ്ടുമല്ലിയാന്ന് തോന്നുമെങ്കിലും ചെണ്ടുമല്ലി അല്ല അല്ലേ, വേറെന്തോ ആണ്. ചെടി കൊണ്ടുപോയാലോ? ഇവിടുന്ന് ആൾക്കാർ അപ്പൂപ്പനാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ലോട്ടസ് ടെമ്പിളും കണ്ടു. ഇങ്ങനെ കാണുന്നില്ലേ? അതാ കാണും. അതിൻ്റെ ഇങ്ങനെ മുട്ടില് സൂര്യൻ നിൽക്കണ പോലെ അല്ലല്ലോ, സൂര്യൻ മുകളിലാണല്ലോ. എന്തോ പോലെ ഉണ്ട്. ഇതിങ്ങനത്തെ ഒരു വരിപ്പാതയിലൂടെയാണ് അത് നമ്മുടെ അനു കടന്നു പോകുക. ഇതിലൂടെയാണ് നല്ലതൊരു വരിപ്പാതയല്ലേ? ആ എന്നാ വഴിപ്പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് കാണാനുള്ള ഭംഗിയുണ്ട്. അതിൻ്റെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോകും. ഒന്നിനാണ് വെറുതെ നടക്കുന്നത്. നീ പിന്നെ നടക്കുന്നുണ്ട്. ഞാൻ 5 മണിയാകുമ്പോഴേക്കും ഞാൻ പോട്ടെ തിരിച്ച്. നമുക്ക് ദാസ് ഗേറ്റ് കിടന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം. ആ എന്ത് അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് വരാട്ടാ ഞാൻ. നോക്ക് നീ എന്താണത്? ഒന്ന് മുഖം കഴുകിയതാണ് ഗൈസ്. ഞാനൊരു കൊക്കമ്പുച്ചിയായി. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മഹാത്മാഗാന്ധിജി അടക്കം ചെയ്തിരിക്കുന്ന പ്ലേസാണ്. ആൻഡ് ഇത് രാജ്ഘട്ടിലാണുള്ളത്. പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെയും വന്നു ഗൈസ്. അപ്പം ഇനിയും കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോയിട്ടോ. എനിക്കറിയില്ല, ചിലപ്പം അവർക്ക് അവരുടെ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ഇറങ്ങിപ്പോയത്. എങ്ങനെയുണ്ടായിരുന്നു ഡൽഹി ദർശൻ? ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? ഷുവർലി. അതെ, നിങ്ങളിൽ 1 ദിവസം 2 ദിവസമൊക്കെ ഉള്ളൂ ഡൽഹിയിലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കണ്ടു തീർക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ഞാൻ പറയും. പിന്നെ ആൾക്കാരുടെ ബ്രിട്ടീഷുകാരുടെ പ്രോഹിബിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? അത് തന്നെ. ലൈക്ക് ഗായ്സ്, നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പോയത് മഹാത്മാഗാന്ധിജിയുടെ സമാധിക്കാണ്. അത് കഴിഞ്ഞ് റെഡ് ഫോർട്ടിൽ പോയി. നമ്മളവിടെ ഇറങ്ങിയില്ല. നമ്മളപ്പോൾ ദേ പഹർഗഞ്ചിലാണുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ ന്യൂഡൽഹി പറയടി എന്തെങ്കിലും ഇത് പഹർഗഞ്ചാണ്. അവിടെ കയറി ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പം എത്രയുള്ളൂ ഈ വ്ളോഗ്. ബൈ. ആ, അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ. ഉള്ളൂ ഡൽഹിയിൽ വരാണെന്നുണ്ടെങ്കിൽ, എല്ലാ സ്ഥലങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഡൽഹി ദർശൻ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്.